ഹരേ കൃഷ്ണ. കണ്ണൻ്റെ വനമാലയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏവർക്കും ഷട്ടിലെ ഏകാദശി ആശംസകൾ. ഇന്ന് ഏകാദശിയായിട്ട് രാവിലെ എഴുന്നേറ്റ് വിളക്കൊക്കെ കത്തിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ ഞാൻ ഈ കപ്പലണ്ടിയും പഴവും കഴിച്ചു. പിന്നെ ഉച്ചയ്ക്ക് പാലും പഴവും ചേർത്ത് ഈ ഒരു ഷേക്കാണ് കുടിച്ചത്. പിന്നെ പണ്ടൊക്കെ ഏകാദശി എടുത്തിരുന്നത് നിർജ്ജലമായിട്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ ഒന്നും കഴിക്കാതെ നിൽക്കാൻ പറ്റിയില്ല. കമലയുടെ പിറകിൽ ഓട്ടമല്ലേ, അപ്പോൾ പിന്നെ ആരോഗ്യം കൂടി നോക്കണ്ടേ. എന്നാൽ പിന്നെ ഒക്കുന്ന പണി വല്ലതും ചെയ്താൽ പോരെ എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ളത്, ഏകാദശി ദിവസം എനിക്ക് അരിയാഹാരം ഒന്നും തന്നെ ഇറങ്ങാറില്ല. കാരണം ഏകാദശി ദിവസം നവധാന്യങ്ങളിൽ പാപമനുഷ്യൻ വസിക്കുന്നു എന്നറിഞ്ഞത് മുതൽ എനിക്കിതൊന്നും തന്നെ കഴിക്കാൻ തോന്നാറില്ല. പിന്നെ നൈറ്റ് ഈ ഒരു പൈനാപ്പിൾ ജ്യൂസാണ് കുടിച്ചിരുന്നത്. മോളെ പ്രഗ്നൻ്റ് ആയി 7-ാം മാസം വരെ ഞാൻ ഏകാദശി എടുത്തിരുന്നു. പിന്നെ അവൾക്ക് 6 മാസം കഴിഞ്ഞത് മുതൽ പ്രധാന ഏകാദശികളൊക്കെ എടുക്കുമായിരുന്നു. ഇപ്പോൾ പിന്നെ സ്ഥിരമായി ഏകാദശി എടുക്കാൻ തുടങ്ങിയത് മുതൽ എൻ്റെ ഏകാദശി ദിവസങ്ങൾ ഇങ്ങനെയാണ് കടന്നു പോകുന്നത്. ഭക്ഷണം കഴിക്കാതിരിക്കുക മാത്രമല്ല ഏകാദശി വ്രതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാമജപത്തിനും വിശ്വാസത്തോടു കൂടി ഭഗവാനിൽ സമർപ്പിച്ച് ഭഗവാനെ സ്നേഹിച്ച് വ്രതം എടുക്കുന്നതിനുമാണ് പ്രാധാന്യം. ഷട്ടിൽ ഏകാദശിയുടെ പാരണാ സമയം വരുന്നത് 15/1/2026 വ്യാഴാഴ്ച രാവിലെ 6:41 മുതൽ 10:35 വരെയാണ്. അപ്പോൾ എല്ലാവരും നാരായണ നാമം ജപിച്ചോളൂ. രാധേശ്യാം.